അതെ, സാവകാശം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എടുത്തിയാടിയേ ഓരോന്നും ചോദിച്ച് ബഹളം ഒന്നും വേണ്ട കേട്ടോ. ആ എനിക്കെന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. നിക്ക്, നീ എവിടെയായിരുന്നടാ? ഞാന് ശിവകാശിയില്. നീ എന്തിനാ എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്നോട് ചോദിക്കാതെ പണം എടുത്തത്? അത് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിട്ട് എടുത്തതാ. എന്റെ അത്യാവശ്യം? പറ, ഞാൻ അറിയാത്ത പണത്തിന്റെ എന്ത് അത്യാവശ്യം നിനക്കുള്ളത്? എന്റെ അമ്മ, അത് എന്റെ സുഹൃത്തിന് വേണ്ടിട്ടായിരുന്നു. ഏത് സുഹൃത്ത്? കമലിനോ? എനിക്കറിയാവുന്ന നിന്റെ സുഹൃത്തെന്ന് പറയുന്നത് കമല മാത്രം. അല്ല, കമലിനല്ല, പണ്ട് ലോറി താവളത്തുണ്ടായിരുന്ന ഒരു ചക്രവാണി. അപ്പൊ അയാൾക്കൊരു അപകടം പറ്റി. അപ്പൊ ഇച്ചിരി പണത്തിന്റെ ആവശ്യം വന്നപ്പോ ഞാൻ കൊടുത്തതാ. അപ്പൊ ഞാൻ ആ പണം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. അല്ലാതെ അപ്പൊ ഞാൻ അമ്മയുടെ പണം കൊണ്ട് മുങ്ങൊന്നുമില്ലല്ലോ. മുങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞോടാ. എടാ എടാ എന്തുവായാലും അതിവിടെ ആരുടെ പറഞ്ഞിട്ട് പോയാ പോരെ? ചുമ്മാതെ വീട്ടിലുള്ളവരോടൊന്ന് ആദ്യം പിടിക്കാനായിട്ട്. അതെ, കാശിന് ഇവിടെ അത്യാവശ്യമുള്ള സമയം. ഈ പണം എനിക്ക് ഉടനെ കിട്ടണം. എന്റെ അമ്മ അതങ്ങനെ നഷ്ടപ്പെടുന്നില്ല. അയാൾ അതില്ലെങ്കിൽ ഞാനെങ്കിലും കാശ് തരും, പോരെ? ഓ ശരി, സമ്മതിച്ചു. അല്ല, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? ഇങ്ങനെ മിണ്ടാതെ പറയാതെ നടന്ന അവളെന്താ വിചാരിക്കേണ്ടത്? അവളെന്ത് വിചാരിക്കാൻ? അവളൊന്നും വിചാരിക്കില്ല. എന്നെ മനസ്സിലാക്കുന്ന ആളാണല്ലോ എന്റെ ഭാര്യ, എന്റെ മനസ്സറിയുന്ന ആള്. അവൾ ഒരിക്കലും എന്നെ അവിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെ, എനിക്ക് എന്തെങ്കിലും കഴിക്കാടുത്ത് വെച്ചാൽ എനിക്ക് വിശക്കുന്നുണ്ട്. ആമേ, നീ അങ്ങോട്ടില്ല, ചെന്ന് അവനെ തളിച്ചെടുത്ത് കൊടുക്കും. ചെല്ലു. ചെറുക്കനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവളുടെ ആണുങ്ങളെ വലവീശി പിടിക്കുന്ന സ്വഭാവമില്ലേ, അതറിഞ്ഞിട്ടല്ലേ ആദ്യത്തെ ഭർത്താവ് വിട്ടേച്ചു പോയത്.
ആ ഡാ, നീ ഇതെവിടെയായിരുന്നു? ആ എന്നോടാ ആശാൻ എവിടെയായിരുന്നു ആശാനെ? എടാ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ പോയതാ. അത് ഇത്ര വള്ളിയാവും ഞാൻ വിചാരിച്ച. അതെ ആശാനെ, ഞാനറിയാത്ത അങ്ങനെ ഒരു കൂട്ടുകാരൻ. എടാ നമ്മുടെ ലോറി താവളത്തിലെ ചക്രവാണി ഇല്ലേ, ഞാനായിട്ട് ഉടക്കായിരുന്നല്ലോ, പിന്നെ മച്ച ബന്ധമായല്ലോ. എനിക്കങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഈ ലോറി താവളത്തെ ആൾക്കാരൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ? ഇതേത് ചക്രപാണിന്റെ കാര്യം ആശാനി പറയുന്നേ? അതേ, നിന്റെ ഓർമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറെ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓർത്തോ ഡോക്ടറെ തന്നെ കാണിക്കാം. ആ, ഓർത്ത് കാണിച്ചാ മതി. അല്ല മോനെ, കണ്ടിട്ട് 1-2 ദിവസമായില്ല. അതൊന്ന് ശിവകാശി വരെ പോയതരാമേട്ടാ. പക്ഷെ ഇവരെല്ലാരും കൂടി ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയതാന്നുള്ള രീതിയിലാക്കി. അത് പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ, എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. 1-2 പറയാം. നാട്ടുകാരാ?